ഹലോ എവരിവൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സീരീസ് HSA പരീക്ഷകൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷകളിലൊക്കെ ഒരേപോലെ ചോദിക്കുന്ന ജനറൽ പേപ്പർ ഉണ്ട്. അതിൽ കേരള നവോത്ഥാനം, ഇന്ത്യൻ നവോത്ഥാനം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് HSA പരീക്ഷകൾക്ക്, ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷകളിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സീരീസിൽ 2022 ശേഷം വിളിച്ചിട്ടുള്ള HSA പരീക്ഷകൾ, പല സബ്ജക്റ്റിലെ HSA പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ജനറൽ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ചിലപ്പോൾ കുറച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന ക്ലാസ്സുകളേക്കാൾ കുറച്ച് ലെങ്തി ആയിരിക്കും. നമ്മൾ സാധാരണ ഒരു 10-15 മിനിറ്റ് ക്ലാസ്സുകളെ ചെയ്യാറുള്ളൂ. സോ അതിനേക്കാൾ കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഓപ്ഷൻസ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ഒരു സീരീസിൽ. ദെൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് പോലെ നമുക്ക് വേണമെങ്കിൽ ഡ്യൂറേഷൻ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. അപ്പോൾ HSA എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാണ്. ദെൻ ഏതൊരു PSC ഉദ്യോഗാർത്ഥികൾക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആർക്കും കേൾക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SNDP യോഗം? കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. SNDP യോഗത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം കേട്ടോ. SNDP യോഗത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സോ ഇവിടെ ഓപ്ഷനിൽ ഡോക്ടർ പൽപ്പ് വരുന്നുണ്ട്, കുമാരനാശാൻ വരുന്നുണ്ട്, ശ്രീ നാരായണ ഗുരു വരുന്നുണ്ട്, നടരാജ ഗുരു വരുന്നുണ്ട്. അപ്പോൾ SNDP എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ശ്രീ നാരായണ ഗുരുവാണ് അല്ലേ. സോ നമ്മുടെ ഗുരു തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ പ്രസിഡന്റ് ഗുരു തന്നെയാണ്. ദെൻ കുമാരനാശാൻ ആദ്യത്തെ പ്രസിഡന്റ് അല്ല, ഫസ്റ്റ് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ നമുക്ക് SNDPയെ കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. പല HSA പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ദ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDPയുടെ ഫുൾ ഫോമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 15th May 1903. മെയ് മാസം 15-ാം തീയതി 1903, വർഷം 1903. സോ ഈ ഡേറ്റ് വർഷം ഉൾപ്പെടെ പഠിക്കണം. മെയ് 15, 1903 SNDP യോഗം എന്ത് ചെയ്തിട്ടുള്ളത്, രൂപീകരിച്ചിട്ടുള്ളത്. ദെൻ ഏത് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. ഇറ്റ് എയിം ടു അച്ചീവ് റിലീജിയസ് റിഫോം, എക്കണോമിക് പ്രോസ്പെരിറ്റി ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഈഴവ കമ്മ്യൂണിറ്റി. ഈഴവ സമുദായത്തിൻ്റെ മത നവോത്ഥാനം, സാമ്പത്തിക അഭിവൃദ്ധി, വിദ്യാഭ്യാസ അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് SNDP വന്നിട്ടുള്ളത്. അപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി, ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് SNDP വന്നിട്ടുള്ളത് അല്ലേ. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. ദെൻ നമ്മുടെ ഓപ്ഷനിൽ ഡോക്ടർ പൽപ്പു ഉണ്ടായിരുന്നു, ഡോക്ടർ P. പൽപ്പു. P ഫോർ പത്മനാഭൻ എന്നാണ്. SNDP രൂപീകരിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് പത്മനാഭ പൽപ്പു. ദെൻ കുമാരനാശാനായിരുന്നു ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു ഈ ഒരു SNDPയുടെ രൂപീകരണത്തിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ദെൻ SNDPയുടെ മുഖപത്രം, മൗത്ത് പീസ് അല്ലെങ്കിൽ മാഗസിൻ എന്ന് പറയുന്നത് വിവേകോദയം ആയിരുന്നു. ഇതിൻ്റെ ആദ്യ എഡിറ്ററൊക്കെ നമ്മുടെ ആശാൻ തന്നെയാണ്. ഇപ്പോൾ SNDPയുടെ മുഖപത്രത്തിൻ്റെ പേര് നിലവിൽ വിവേകോദയമല്ല, മറിച്ച് നിലവിൽ യോഗനാഥം ആണ് കേട്ടോ, യോഗനാഥം. അപ്പോൾ വിവേകോദയത്തിൻ്റെ പേര് മാറ്റി യോഗനാഥം എന്നായിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും മുഖപത്രം പഠിച്ചു വെക്കണം. SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്, നിലവിൽ അതിൻ്റെ പേര് യോഗനാഥം എന്നാണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹു ഫൗണ്ടഡ്
വിദ്യാഭാഷിണി സഭ. വിദ്യാഭാഷിണി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിദ്യാഭൂഷണി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സുഖമുണ്ട് അല്ലേ. അപ്പോൾ വിദ്യാഭാഷിണി സഭ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പൻ്റെ ആണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ്റെ. ഇതും കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി സഭ അല്ലെങ്കിൽ വിദ്യാഭാഷിണി സഭ. വിദ്യാഭൂഷണിയാണ് കറക്റ്റായിട്ട് നമുക്ക് ഉച്ചാരണം വരുന്നത്. അപ്പോൾ സഹോദരൻ അയ്യപ്പനാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ടു എംപവർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അരികുവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളെ ശാക്തീകരിക്കുക. കോമ്പാറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ തുടച്ചു മാറ്റുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആദ്യത്തെ യുക്തിവാദിയൊക്കെയാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് അല്ലേ. നവോത്ഥാന നായകന്മാരിൽ പെട്ട ഒരു യുക്തിവാദിയാണ് അദ്ദേഹം. സോ വിദ്യാഭൂഷണി സഭ മാത്രമല്ല, അയ്യപ്പൻ വാസ് ആൾസോ നോൺ ഫോർ ദ ഫൗണ്ടിങ് ദ സഹോദര സംഘം. പേരിൽ തന്നെയുണ്ട് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ സഹോദര സംഘം രൂപീകരിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹത്തിൻ്റെ ജേർണൽ മാസികയുടെ പേര് സഹോദരൻ എന്ന പേരിൽ മാസികയുണ്ട്. അപ്പോൾ സഹോദരൻ എന്നതിന് എല്ലാത്തിലും വരുന്നുണ്ട് അല്ലേ. പിന്നെ അദ്ദേഹമാണ് യുക്തിവാദി എന്ന മാഗസിൻ്റെ എഡിറ്റർ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് യുക്തിവാദി എന്ന മാഗസിൻ, സഹോദരൻ എന്ന മാഗസിൻ ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. യുക്തിവാദി എന്ന മാഗസിനിലെ എഡിറ്റർ ആയിരുന്നു കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ദെൻ അയ്യപ്പൻ വാസ് എ സ്ട്രോങ് ഫോളോവർ ഓഫ് ശ്രീനാരായണ ഗുരു. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗുരു, നവോത്ഥാന നായകന്മാരുടെ നേതാവ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. ഗുരുവുമായിട്ട് സഹോദരൻ അയ്യപ്പന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഈവൻറ്റ്സ് റിലേറ്റഡ് ടു ദ കേരള റിഫോർമേഷൻ മൂവ്മെൻറ്റ്. കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കായിരുന്നു. സെറ്റല്ലേ? അടുത്ത മൂന്നാമത്തെ ചോദ്യം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, വിച്ച് upheaval was held against American model proposed by ശ്രീ CP രാമസ്വാമി അയ്യർ. ദിവാനാണ് CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ദിവാന് അമേരിക്കൻ മോഡൽ ഭരണരീതി ഒക്കെ ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ മോഡലിന് എതിരായിട്ടുണ്ടായ ഒരു പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചാൽ പുന്നപ്പറ വയലാർ അപ്ഹീവൽസ് കേട്ടോ. റിവോൾട്ട്, വിപ്ലവം അല്ലെങ്കിൽ കലാപം എന്നൊക്കെ പറയാം. അപ്പോൾ അറബിക്കടൽ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു റിവോൾട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ പുന്നപ്പറ വയലാർ റിവോൾട്ട് അപ്ഹീവൽസ് അത് നടന്നിട്ടുള്ളത് എന്തിനെതിരെ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം ഇവിടെ കൊണ്ടുവരുന്നതിന് എതിരെയാണ്. ആരാണത് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ CP രാമസ്വാമി അയ്യറാണ്. ഓക്കെ അല്ലേ? സോ പുന്നപ്പറ വയലാർ റിവോൾട്ട് ഏത് വർഷം നടന്നു? നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരു വർഷം മുന്നേ, ഒക്ടോബർ 1946 കേട്ടോ. 1946. ഇറ്റ് ഈസ് എ മിലിറ്റന്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് CP രാമസ്വാമി അയ്യർ ആൻഡ് ദ ട്രാവൻകൂർ സ്റ്റേറ്റ്. തിരുവിതാംകൂർ സംസ്ഥാനത്തിനെതിരെയും തിരുവിതാംകൂർ രാജ്യത്തിനെതിരെയും രാമസ്വാമി അയ്യർക്കെതിരെയും നടന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് പുന്നപ്പറ വയലാർ റിവോൾട്ട് അല്ലേ. നമ്മുടെ പല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും കേരളത്തിൻ്റെ പഴയ പല മുഖ്യമന്ത്രിമാരും ഈ പുന്നപ്പറ വയലാർ റിവോൾട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനത് പേരെടുത്ത് പറയുന്നില്ല. ദെൻ പുന്നപ്പറ വയലാർ റിവോൾട്ടിൻ്റെ നേതാക്കന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ TV തോമസ്, R സുഗതൻ, S കുമരൻ, PT പുന്നൂസ്. അത് പഠിച്ചു വെക്കണം. TV തോമസ്, R സുഗതൻ, S കുമരൻ, PT പുന്നൂസ്. സെറ്റല്ലേ? ദെൻ നാലാമത്തെ ചോദ്യം, ഹു വാസ് കൺസിഡേർഡ് ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള. ഇത് ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്നുള്ള ചോദ്യമാണ്. പുന്നപ്പറ വയലാർ റിവോൾട്ട് നമുക്ക് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയാം അല്ലേ. നവോത്ഥാനം എന്നതിനേക്കാൾ കുറച്ചുകൂടി അത് ആപ്റ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ. സോ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. KP കേശവമേനോൻ കേട്ടോ. KP കേശവമേനോൻ. ബാക്കി ഓപ്ഷൻസ് ഒക്കെ പ്രധാനപ്പെട്ട ആളുകളാണ്, ഞാൻ അവരെക്കുറിച്ച് പറയുന്നില്ല. തൽക്കാലം KP കേശവമേനോനെ കുറിച്ച് മാത്രം പറയുകയാണ്. KP കേശവമേനോൻ വാസ് എ prominent figure in Kerala's history, recognized for his contributions as an editor, writer, freedom fighter. അപ്പോൾ അദ്ദേഹം പല പ്രസിദ്ധ മാഗസിൻ്റെയും എഡിറ്ററായിരുന്നു, എഴുത്തുകാരനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹമാണ് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപകൻ. KP കേശവമേനോനാണ് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപകൻ. വൈക്കം സത്യാഗ്രഹത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. 1924 മുതൽ 25 വരെ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹമൊക്കെ നന്നായിട്ട് നോക്കിപ്പോണം കേട്ടോ.
ആക്റ്റീവ്ലി വർക്ക് ടുവേർഡ്സ് ദ യൂണിഫിക്കേഷൻ ഓഫ് കേരള. കേരള ഐക്യപ്രസ്ഥാനം അല്ലെ, ഐക്യ കേരളത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് KP കേശവമേനോൻ. ദെൻ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു 1966. വാസ് അവാർഡഡ് ദ പത്മഭൂഷൺ ഇൻ 1966. അപ്പോൾ അതെല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ അടുത്ത അഞ്ചാമത്തെ ചോദ്യം നെയിം ദ ലീഡർ ഓഫ് ദ റിനൈസൻസ് ഹു വാസ് ഓൺസെറ്റഡ് ഫ്രം ഹിസ് കാസ്റ്റ് ഫോർ ദ റീസൺ ഓഫ് അറ്റൻഡിങ് ദ അഹമ്മദാബാദ് കോൺഗ്രസ് സെഷൻ ഓഫ് 1921. 1921 നടന്ന അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തതുകൊണ്ട് തൻ്റെ തൻ്റെ ജാതിയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച, ഓൺസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരു നവോത്ഥാന നായകനുണ്ട്. അതാരാണ് എന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാട് കേട്ടോ. VT ഭട്ടതിരിപ്പാട് പഠിച്ചു വയ്ക്കുക. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഭ്രഷ്ട് കൽപ്പിച്ചത്. സെറ്റല്ലേ? സോ നമുക്ക് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം അക്ഷരാഭ്യാസം നടത്തുന്നത് മുതിർന്നു കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ. അദ്ദേഹം ഒരു അമ്പലത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് അക്ഷരാഭ്യാസം ഇല്ല, എഴുത്തും വായനയും അറിയില്ല എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ളൊരു സംഭവം നടക്കുകയും അതിനെ തുടർന്ന് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് വായിച്ച പദം മാൻമാർക്ക് കുട കേട്ടോ. മാൻമാർക്ക് കുട എന്ന് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം വായനയിലേക്ക് കടന്നു വന്നത്. പിന്നീട് പല സുപ്രസിദ്ധ വിപ്ലവ നാടകങ്ങളും അദ്ദേഹം രചിക്കുകയുണ്ടായി കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അത് VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. ഇതേപോലെ നോവൽ ത്രയങ്ങൾ, ട്രിലോഗി ഓഫ് നോവൽസ് വരുന്നുണ്ട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, ദെൻ മറക്കുടയിലെ മഹാനരകം, ഋതുമതി, ഇങ്ങനെ 3 നോവൽ ത്രയങ്ങൾ വരുന്നുണ്ട്. ഇതിൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എഴുതിയിട്ടുള്ളത് VT ഭട്ടതിരിപ്പാടാണ്. ബാക്കി 2 എഴുതിയത് ആരാന്നറിയാമോ? അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ VT എന്നതിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ വെള്ളിത്തുരുത്തി താഴത്തു കറുത്ത പട്ടേരി രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് കേട്ടോ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഓട്ടോബയോഗ്രഫി, ആത്മകഥയാണ് കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും, ടിയേഴ്സ് ആൻഡ് ഡ്രീംസ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് 1976. ദെൻ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടിൻ്റെ നവോത്ഥാന പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. സത്യത്തിൽ അദ്ദേഹം അല്ലാതെ രൂപീകരിച്ചത്, പക്ഷേ PSC ചോദിക്കുന്ന സമയത്ത് യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാട് എന്ന രീതിയിലാണ് ഉത്തരം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വെക്കുക. യോഗക്ഷേമ സഭ എന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്പൂതിരി സമുദായത്തിൻ്റെ. അപ്പോൾ ഒരുപാട് അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ആണ്ട് കിടക്കുന്ന നമ്പൂതിരി സമുദായത്തെ സാമൂഹികമായും സാംസ്കാരികമായും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി 1908 രൂപീകരിച്ചിട്ടുള്ളതാണ് യോഗക്ഷേമ സഭ. ഈ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി കേട്ടോ. ഉണ്ണി നമ്പൂതിരി. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Which of the following word has not been written in the preamble of the Indian Constitution? ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. 5 ചോദ്യങ്ങൾ നവോത്ഥാനത്തിൽ നിന്നും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള 5 ചോദ്യങ്ങൾ. കൃത്യമായിട്ടും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ പാലിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏത് പരീക്ഷയിലാണെന്നറിയോ? 2022 024/2022 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന HSA നാച്ചുറൽ സയൻസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത ഭരണഘടനയിലേക്ക് GK ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. GKയും കറണ്ട് അഫേഴ്സും. അപ്പോൾ അതിൽ GK കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികവും ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. എന്തും ചോദിക്കാം. GK എന്ന് പറയുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്, പക്ഷെ നമുക്ക് അധികവും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഭരണഘടനയാണ്. സോ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ അല്ലെങ്കിൽ പ്രിഫേസ്, ആമുഖത്തിൽ
പരാമർശിക്കപ്പെടാത്ത, ഓപ്ഷൻസ് വായിക്കുന്നതിന് മുമ്പ് ചോദ്യം നന്നായിട്ട് വായിക്കുക. പരാമർശിക്കപ്പെടാത്ത, നോട്ട് ബീൻ എന്നാണ്. അപ്പോൾ പരാമർശിക്കപ്പെടാത്തത് ഏത് പദമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻസ് എന്ന പദമാണ് കേട്ടോ. ഇന്ത്യൻസ്. അപ്പോൾ എന്തൊക്കെയാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സോവറിൻ, പരമാധികാരമുള്ള, സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള, സെക്കുലർ മതേതരത്വ സ്വഭാവമുള്ള, ഡെമോക്രാറ്റിക് ജനാധിപത്യ സ്വഭാവമുള്ള, റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയെ പരിചയപ്പെടുത്തുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നാണ് കേട്ടോ. സെറ്റല്ലേ? ദെൻ 7ാമത്തെ ചോദ്യം, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡാഷ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ, മാർഗനിർദ്ദേശക തത്വം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ചില കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടമെടുത്ത കാര്യങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് എന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP അത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. സോ ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കാം, അയർലൻഡിൽ നിന്ന് എന്തൊക്കെ കടമെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുക, മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി, ഇതൊക്കെ അയർലൻഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അയർലൻഡ്. ദെൻ കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ അല്ലെ, നമ്മുടെ രാജ്യം അധികാര വികേന്ദ്രീകരണമുള്ള ഒരു ഫെഡറൽ സിസ്റ്റമാണ്, കൃത്യമായിട്ടും ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രം നമുക്കുണ്ട്. ദെൻ വെസ്റ്റിംഗ് ഓഫ് റെസ്യൂജറി പവേഴ്സ് ഇൻ ദ സെൻറ്റർ, അപ്പോൾ നമ്മുടെ കേന്ദ്രത്തിനുള്ള വിശിഷ്ടാധികാരങ്ങൾ അതിനെക്കുറിച്ചാണ്. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് എ സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെൻറ്റർ അല്ലെ, കേന്ദ്രമാണ് സ്റ്റേറ്റ് ഗവർണേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാനഡയിൽ നിന്ന് കടമെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ല, സെൻറ്ററാണ് കേട്ടോ. ദെൻ അഡ്വൈസറി ജൂറിസ്ഡിക്കേഷൻ ഓഫ് ദ സുപ്രീം കോടതിയുടെ പരമാധികാരം അല്ലേ, ന്യായ വകുപ്പിലെ പരമാധികാരത്തെക്കുറിച്ച്, ഇതൊക്കെ കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ദെൻ UK നിന്നും അഥവാ ഇംഗ്ലണ്ടിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ് പാർലമെൻ്ററി ഗവൺമെൻറ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്, നിയമ നടപടികൾ, അതേപോലെ ഏക പൗരത്വം, നോട്ട് ചെയ്യണം, ഏക പൗരത്വം, ക്യാബിനറ്റ് സിസ്റ്റം, പ്രിറോഗേറ്റീവ് റിട്ടുകൾ, പാർലമെൻറ്റിൻ്റെ പ്രിവിലേജസ്, ബൈ ക്യാമറലിസം, ഇതെല്ലാം UK നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോകുന്നേ ഉള്ളൂ കേട്ടോ. ദെൻ അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. ദെൻ ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തത്. റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യൽ. വൈസ് പ്രസിഡന്റ് എന്ന പോസ്റ്റ്, ഇതെല്ലാം അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. സെറ്റല്ലേ? ദെൻ 8ാമത്തത് എപ്പോഴും ചോദിക്കുന്നതാണ് റിട്ടുകളെ കുറിച്ച്. എ റിട്ട് ഇഷ്യൂഡ് ടു സെക്യൂർ ദ റിലീസ് ഓഫ് എ പേഴ്സൺ ഫൗണ്ട് ടു ബി ഡിറ്റൈൻഡ് ഇല്ലീഗലി ഈസ്. ഇല്ലീഗലായിട്ട് ഒരാളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് ഒരാളെ തടങ്കലിൽ പാർപ്പിക്കുന്നു. അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന റിട്ടിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാം, ഹേബിയസ് കോർപ്പസ് ആണ് അല്ലേ, ഹേബിയസ് കോർപ്പസ് ആണ്. സോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എത്ര റിട്ടുകളുണ്ട് എന്ന് കൃത്യമായിട്ടും പഠിക്കണം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ അത് പഠിക്കാൻ പോവുകയാണ്, വേറൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ദീസ് റിട്ട്സ് ആർ ഇഷ്യൂഡ് ബൈ സുപ്രീം കോടതിയാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. അതേപോലെ ഹൈക്കോടതികളും റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്, അത് 226, ആർട്ടിക്കിൾ 226. അപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികളും റിട്ട് പുറപ്പെടുവിക്കാറുണ്ട്. എന്താണ് ഈ റിട്ട് എന്ന് പറയുന്നത്?
നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നീതി ഉറപ്പിക്കുന്നതിന് വേണ്ടിയും പുറപ്പെടുവിക്കുന്നതാണ് റിട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. ടു പ്രൊട്ടക്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് എൻഷുവർ ജസ്റ്റിസ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റിട്ടുകൾ? നമുക്ക് എത്ര റിട്ടുകളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 5 റിട്ടുകളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. 5 റിട്ടുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. ഒരാൾ നിയമവിരുദ്ധമായിട്ടുള്ള തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടാൽ അയാളെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ദിസ് റിട്ട് ഈസ് ഇഷ്യൂഡ് ടു പ്രൊഡ്യൂസ് എ പേഴ്സൺ ഹു ഹാസ് ഡിറ്റൈൻഡ്, അല്ലെ തടങ്കിലാക്കപ്പെട്ടു, വെദർ ഇൻ പ്രിസൺ, അത് ജയിലിലാകട്ടെ, ഓർ പ്രൈവറ്റ് കസ്റ്റഡി, അല്ലെങ്കിൽ പ്രൈവറ്റ് കസ്റ്റഡിയിലാകട്ടെ, സ്വകാര്യ കസ്റ്റഡിയിലാകട്ടെ, എങ്ങനെ തന്നെ ആയിരുന്നാലും അയാളെ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം എ കോർട്ട് ആൻഡ് ടു റിലീസ് ദം ഇഫ് ദ ഡിറ്റൻഷൻ ഈസ് ഫൗണ്ട് ടു ബി അൺലോഫുൾ. അപ്പോൾ ജയിലിൽ പാർപ്പിക്കുന്ന ഒരാളാണെങ്കിൽ കോടതിയുടെ മുന്നിൽ അയാളെ ഹാജരാക്കുകയും അയാൾ നിലവിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ അയാളെ വെറുതെ വിടാനുമുള്ള അവകാശം ഉണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ പുറപ്പെടുവിക്കുന്ന, സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ദെൻ രണ്ടാമത്തെ റിട്ടാണ് മാൻറ്റമസ്. പഠിച്ചു വെക്കുക, നമുക്ക് ആവശ്യമുള്ളതാണ്. This writ is issued by a court to compel a public authority to perform a public duty that is obligated to perform but has failed to do. അപ്പോൾ ഒരു പബ്ലിക് സെർവൻറ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റി ചെയ്യേണ്ട ജോലി അയാൾ ചെയ്യുന്നില്ല. അപ്പോൾ ആളുകൾ പരാതി പറഞ്ഞു, ഇയാൾ ജോലി ചെയ്യുന്നില്ല, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ജോലി ചെയ്യുന്നില്ല. അപ്പോൾ അയാളെ ജോലി ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻറ്റമസ് കേട്ടോ, മാൻറ്റമസ്. അപ്പോൾ പബ്ലിക് അതോറിറ്റിക്ക്, അപ്പോൾ ഇത് പുറപ്പെടുവിക്കുന്നത് പബ്ലിക് അതോറിറ്റിക്ക് നേരെയാണ്. അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുമ്പോൾ ഡ്യൂട്ടി ചെയ്യണമെന്ന് കമ്പൽ ചെയ്തുകൊണ്ട്, നിർബന്ധിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻറ്റമസ്. സെറ്റല്ലേ? ദെൻ സെർഷ്യോററി. സോ ദിസ് റിട്ട് ഈസ് ഇഷ്യൂഡ് ബൈ എ സുപ്പീരിയർ കോർട്ട് ടു ആൻ ഇൻഫീരിയർ കോർട്ട് or tribunal to transfer a matter pending before it to the superior court or to quash an order already passed by the inferior court. അപ്പോൾ നമ്മൾ പറഞ്ഞു മാൻറ്റമസ് ഗവൺമെൻറ് അതോറിറ്റിക്ക് നേരെ പുറപ്പെടുവിക്കുന്നതാണ്. ദെൻ സെർഷ്യോററി എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതികൾക്ക് നേരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. കീഴ്ക്കോടതിയിൽ ഉള്ള ഒരു കേസിനെ മേൽക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ കീഴ്ക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കേസ് അത് ക്വാഷ് ചെയ്യാൻ, അത് നിർത്തലാക്കാൻ നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരാമർശിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന റിട്ടാണ് സെർഷ്യോററി. അപ്പോൾ ഇത് കോടതിക്ക് നേരെയുള്ള റിട്ടാണ് കേട്ടോ, കീഴ്ക്കോടതികൾക്ക് നേരെ ഇറക്കുന്ന റിട്ടാണ്. സെറ്റല്ലേ? ദെൻ അടുത്ത നാലാമത്തെ റിട്ടാണ് പ്രൊഹിബിഷൻ. ദിസ് റിട്ട് ഈസ് ഇഷ്യൂഡ് ബൈ എ സുപ്പീരിയർ കോർട്ട് ടു ആൻ ഇൻഫീരിയർ കോർട്ട് ഓർ ട്രിബ്യൂണൽ to prohibit it from exceeding its jurisdiction or acting a contrary to the law. ഇതും കോടതിക്ക് നേരെ വരുന്നതാണ്. ഒരു മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നേരെ പുറപ്പെടുവിക്കുന്നതാണ്. ഇവിടെ നിരോധനമാണ്. ഒരു കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ, ജൂറിസ്ഡിക്ഷൻ ലംഘിച്ചു, അല്ലെങ്കിൽ നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു, അപ്പം അതിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട്, അതിനെ നിരോധിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. പേരിൽ തന്നെ ഉണ്ട് അത്, പ്രൊഹിബിഷൻ എന്ന് പറയാൻ നിരോധിക്കല. ദെൻ അഞ്ചാമത്തത് കോ വാറൻഡോ ആണ്. കോ വാറൻഡോ എന്ന് പറഞ്ഞാൽ ദിസ് റിട്ട് ഈസ് ഇഷ്യൂഡ് ടു ചാലഞ്ച് ദ ലീഗലിറ്റി ഓഫ് എ പേഴ്സൺസ് ക്ലൈം ടു എ പബ്ലിക് ഓഫീസ്. ഒരാൾ പബ്ലിക് ഓഫീസിൽ ജോലി ചെയ്യുന്നു, അപ്പോൾ അയാൾക്ക് ആ പബ്ലിക് ഓഫീസിൽ ജോലി ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ യോഗ്യതയുണ്ടോ എന്ന് ചലഞ്ച് ചെയ്യുന്ന റിട്ടാണ് കോ വാറൻഡോ. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, ഇപ്പോൾ പ്രശ്നം നടക്കുന്നുണ്ട് അല്ലേ, PWD സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചുകൊണ്ട് അർഹതയില്ലാത്ത ആളുകൾ ജോലിയിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ള അംഗീകാരം, അർഹത ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഏത് റിട്ട് കൊടുക്കാം? കോ വാറൻഡോ കൊടുക്കാം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ഒൻപതാമത്തെ ചോദ്യം, അതും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ GK നിന്നുള്ള ചോദ്യങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. എ മണി ബിൽ പാസ്ഡ് ബൈ ദ ലോക്സഭ ക്യാൻ ബി ഹെൽഡ് അപ്പ് ബൈ ദ രാജ്യസഭ ഫോർ ഹൗ മെനി വീക്സ്? ഒരു മണി ബില്ല് ലോകസഭ പാസ്സാക്കി, അത് രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പാസ്സാക്കാതെ എത്ര ആഴ്ച, ശ്രദ്ധിക്കുക, എത്ര ആഴ്ച എന്നാണ്, എത്ര ആഴ്ച രാജ്യസഭയ്ക്ക് അതിനെ പിടിച്ചു വെക്കാം, മണി ബില്ല് പിടിച്ചു വെക്കാമെന്ന് ചോദിച്ചാൽ 2 ആഴ്ച അഥവാ 14 ദിവസം കേട്ടോ. 2 ആഴ്ച അഥവാ 14 ദിവസം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ദെൻ അടുത്ത ചോദ്യം, ആഫ്റ്റർ ദ ജനറൽ എലക്ഷൻസ് ദ പ്രോ ടേം സ്പീക്കർ ഈസ്. ജനറൽ എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്രോ ടേം സ്പീക്കർ ഉണ്ടാകും, അഥവാ താൽക്കാലികമായിട്ടൊരു സ്പീക്കറിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ സ്പീക്കർ ആ ഒരു ലോക്സഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരിക്കും.
അയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. തന്നിരിക്കുന്നതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു താൽക്കാലിക സ്പീക്കർ ഉണ്ടാകും. ആ ഒരു സ്പീക്കറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേട്ടോ, സെറ്റല്ലേ? അപ്പോൾ ജി കെയിൽ നിന്നും 5, റിനൈൻസിൽ നിന്നും ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്നും 5, 10 ചോദ്യങ്ങൾ അവിടെ ആയിട്ടുണ്ട്. ഇനി 5 ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഞാനിത് അധികം വിശദീകരിക്കുന്നില്ല, കാരണം 2022 നടന്ന എക്സാമിലെ ചോദ്യ പേപ്പറാണ്. സോ കറണ്ട് അഫേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഉത്തരം മാത്രം പറഞ്ഞു പോകാം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് ബൈ 2023? 2023 ആകുമ്പോഴത്തേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സർക്കാർ ഏതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്. ഓപ്ഷൻ ഡി മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ്. കപ്പാസിറ്റി, ആ ഒരു സോളാർ എനർജിയുടെ കപ്പാസിറ്റി 600 മെഗാവാൾട്ടാണ് കേട്ടോ. 600 മെഗാവാൾട്ട്. മധ്യപ്രദേശിലെ കാന്ത്വ ജില്ലയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏത് ഡാമിൻ്റെ പരിസരത്താണ് എന്ന് ചോദിച്ചാൽ ഓംകരേശ്വർ ഡാമിന് പരിസരം, നർമ്മദ നദിക്ക് കുറുകെ സ്ഥാപിച്ചിട്ടുള്ള ഓംകരേശ്വർ ഡാമിന് സമീപമുള്ള പ്രദേശത്താണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ദെൻ 12ാമത്തെ ചോദ്യം CA ആണ്, കറണ്ട് അഫേഴ്സ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങണ്ട, കാരണം ഇതിൻ്റെ ആ ഒരു വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ഹിമ കോഹ്ലി ഹാസ് ബിക്കം ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഡാഷ് ഹൈക്കോർട്ട്. ഏത് ഹൈക്കോടതിയിലാണ് ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് ഹിമ കോഹ്ലി അപ്പോയിൻ്റ് ആയത്? തെലങ്കാന കേട്ടോ. തെലങ്കാനയിലാണ് ആദ്യത്തെ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിൻ്റ് ആയിട്ടുള്ളത്? ഹിമ കോഹ്ലി. സെറ്റല്ലേ? ദെൻ 13ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫസ്റ്റ് കൺട്രി ടു അപ്രൂവ് COVID-19 വാക്സിൻ ഓഫ് ഓക്സ്ഫോർഡ് അസ്ട്രാസെനക്ക? ഓക്സ്ഫോർഡ് അസ്ട്രാസെനക്ക എന്ന വാക്സിൻ ആദ്യമായിട്ട് അപ്രൂവ് ചെയ്തത് ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാണ് കേട്ടോ. ഇംഗ്ലണ്ടാണ്. ദെൻ 14ാമത്തെ ചോദ്യം അല്ലേ, നമ്മൾ എത്ര ചോദ്യമായി? 13, 14. ഹൂ ബിക്കെയിം ദ ഫസ്റ്റ് വുമൺ ഫൈറ്റർ പൈലറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിപ്പബ്ലിക് ഡേ ഫ്ലൈ പാസ്റ്റ്? 2022 കാര്യമാണ്. റിപ്പബ്ലിക് ഡേ ഫ്ലൈ പാസ്റ്റിൽ ആദ്യമായിട്ട് പങ്കെടുത്ത വുമൺ ഫൈറ്റർ പൈലറ്റ് ആരാന്ന് ചോദിച്ചാൽ ഭാവന കാന്ത്. ദെൻ 15ാമത്തെ ചോദ്യം, വിച്ച് one country becomes the first country to receive the Indian COVID-19 vaccine? ഇന്ത്യൻ COVID-19 വാക്സിൻ ആദ്യമായിട്ട് സ്വീകരിക്കുന്ന ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ഭൂട്ടാനാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള ഭൂട്ടാനാണ്. ഇപ്പോൾ 2022 കോവിഡ് കഴിഞ്ഞ ഉടനെയുള്ള വർഷമായതുകൊണ്ടാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ചോദിക്കുക കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വിൻസ്പയറിനോടൊപ്പം ഉണ്ടാകണം. ഇതുവരെയുള്ള സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും. അതുപോലെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിൽ വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് ഉയർന്ന റാങ്ക് കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.